കയറി വരുന്നു. PG കർണനും പടക്കുതിരയെ പിന്നിലാക്കി 3 തൈക്കലാണ് കയറി വരുന്നത്. 3 തൈക്കൽ ഒപ്പം PG കർണൻ. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ലീഡ് അവിടെ 3 തൈക്കലിനുണ്ടെന്ന്. 3 തൈക്കൽ തുടയുന്നത് ടൗൺ ബോട്ട് ക്ലബാണ്. കൊച്ചിയിൽ നിന്നുള്ള ടൗൺ ബോട്ട് ക്ലബിന്റെ 3 തൈക്കൽ നിലവിൽ മുന്നിലേക്ക് ശരണയാണ്. ചെറുവള്ളങ്ങളുടെ മത്സരവും വലിയ ആവേശകരമായി തന്നെ പുന്നമടക്കായലിൽ നടക്കുകയാണ്. ഇരുട്ടുകുത്തി A ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ തുരുത്തിത്തറ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് കല്ലട, സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറം അവരുടേതാണ് തുരുത്തിത്തറ. രണ്ടാമത്തെ ട്രാക്കിൽ PG കർണൻ IBRA കൊച്ചിൻ. ഒപ്പം തന്നെ മൂന്നാമത്തെ ട്രാക്കിലേക്ക് വരികയാണെങ്കിൽ പടക്കുതിരയാണ് അറുപറ ബോട്ട് ക്ലബ് കുമ്മനം അവർ തുഴയുന്ന പടക്കുതിര. മൂന്നാമത്തെ ട്രാക്കിൽ വരുന്ന പടക്കുതിര പേര് പോലെ തന്നെ പാഞ്ഞു വരുന്ന വള്ളം പടക്കുതിര. ഇപ്പോൾ അത് അല്പം എഡ്ജ് പടക്കുതിരയ്ക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവരെ ഒരു ചിറ മുറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അല്ല, ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന വള്ളങ്ങൾക്കും ഒക്കെയുണ്ട്. എന്തായാലും 4 ട്രാക്കുകളായി ആണ് ഇപ്പോൾ 4 ട്രാക്കുകളാണ് നമ്മൾ പറയുന്നത്. മൊത്തത്തിൽ 5 ട്രാക്കിലാണ് ഇത്തവണ ഈ മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ട്രാക്കിൽ വരുന്ന 3 തൈക്കൽ TBC കൊച്ചിൻ ടൗൺ ബോട്ട് ക്ലബിന് എന്തായാലും ചിറ മുറിഞ്ഞിട്ടില്ല. അവിടുന്ന് വരുന്ന നമ്മളുടെ ദൃശ്യങ്ങളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു. 4ാമത്തെ ട്രാക്കിൽ വരുന്ന വള്ളമാണ് ഒരു ലീഡ് ഇപ്പോൾ നിലനിർത്തി പോന്നുകൊണ്ടിരിക്കുന്നത്. 3 തൈക്കലാണ് TBC കൊച്ചിൻ ടൗൺ തുഴയുന്ന വള്ളമാണ്. അത് ഇരുട്ടുകുത്തി A ഗ്രേഡ് ഫൈനൽ മത്സരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുട്ടുകുത്തി വള്ളങ്ങളുടേതാണ്. A ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുടേതാണ്. ചാട്ടുളി പോലെ പാഞ്ഞു കയറുന്ന വള്ളങ്ങൾ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒപ്പം തന്നെ വലിയ ആവേശം കൂടി നിലനിൽക്കുന്ന മത്സരമാണ്. 4ാമത്തെ ട്രാക്കിലുള്ള വള്ളം 3 തൈക്കൽ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്ത് വരുന്നത്. അവർക്ക് വ്യക്തമായൊരു ലീഡ് അതിനകത്ത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. TBC കൊച്ചിൻ ടൗൺ തുഴയുന്ന 3 തൈക്കൽ ഇതാ ഫിനിഷിംഗ് ലൈനിലേക്ക് ആവേശപൂർവ്വം കടന്നു വരികയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ പ്രധാന പവലിയിലേക്ക് എത്തുമ്പോൾ കാണികളുടെ ആവേശം. 3 തൈക്കൽ ഒരു വള്ളപ്പാടകളെ കുതിച്ച് മുന്നേറുന്ന 3 തൈക്കൽ കൃത്യമായിട്ടുള്ള കുതിപ്പാണ്. കൊച്ചിൻ ടൗൺ ബോട്ട് ക്ലബിന്റെ 3 തൈക്കൽ 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു മാമൂടൻ. 5ാമത്തെ ട്രാക്കിൽ മത്സരിച്ച പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിന്റെ മാമൂടനാണ് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. 4-5 ട്രാക്കുകളിൽ മത്സരിച്ച വള്ളങ്ങളെ കുതിപ്പാണ് ഇരുട്ടുകുത്തി A ഗ്രേഡ് മത്സരത്തിൽ കാണുന്നത്. 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. അവിടെ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് ബോട്ട് നമ്പർ 27 PG കർണൻ. കർണന്റെ കുറിപ്പ് 3ൽ അവസാനിക്കുന്നു. 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു PG കർണൻ. IBRA കൊച്ചിന്റെ കർണനാണ് 3ാം സ്ഥാനത്ത് എത്തിയത്. ഇനി വെപ്പ് A ഗ്രേഡ് ആണ്. ഇപ്പോൾ തൊട്ടു മുമ്പ് ഇരുട്ടുകുത്തി A ഗ്രേഡ് കണ്ടു. ഇനി വെപ്പ് A ഗ്രേഡ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഈ മത്സരം പൂർത്തിയാകുന്നുണ്ട്. 4-5 സ്ഥാനക്കാർ തുടഞ്ഞു വരുന്നതേ ഉള്ളൂ. അവർ ഓളം തള്ളി വരുന്നതേ ഉള്ളൂ. ഓളങ്ങളെ കീറി മുറിക്കാൻ അത്ര പെട്ടെന്ന് അങ്ങ് കഴിയുന്നില്ല. പക്ഷേ അവരും ഫിനിഷ് ചെയ്യും. അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഫിനിഷ് ചെയ്യാതെ എവിടെ പോകാൻ? പുന്നമടക്കായലിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ തല ഉയർത്തി വേണം. അത് സമയം അല്പം പിന്നിട്ടാലും തല ഉയർത്തി തന്നെ അവർ ഫിനിഷ് ചെയ്യും. അങ്ങനെ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 1ാം ട്രാക്കിൽ മത്സരിച്ച തുരുത്തിത്തറ ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് കല്ലടയും ഒപ്പം സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപുറവും ചേർന്ന് തുടങ്ങിയ തുരുത്തിത്തറ ബോട്ടാണ് 4ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്യുന്നത് ഇത് ബോട്ട് നമ്പർ 25 പടക്കുതിര. പക്ഷേ 5ാം സ്ഥാനത്തെ കുതിരയായി പോയി. പടക്കുതിരയ്ക്ക് പക്ഷേ വേണ്ട പോലെ കുതിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നടക്കാൻ പോകുന്നത് വെപ്പ് A ഗ്രേഡ് മത്സരങ്ങളാണ്. വെപ്പ് A ഗ്രേഡ് മത്സരങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. വെപ്പ് A ഗ്രേഡ് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെയാണ് മക്കളെ മത്സരം. അത് 3rd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം 2nd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം ഫൈനൽ. അങ്ങനെ 3 ലൂസേഴ്സ് ഫൈനൽ ഉണ്ട്. കൃത്യമായും 3rd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം 2nd ലൂസേഴ്സ് ഫൈനൽ, അതിനുശേഷം ലൂസേഴ്സ് ഫൈനൽ, പിന്നീട് ഫൈനൽ. ആ കലാശപ്പോര് ഫൈനൽ വരെ എത്താനാണ് കാത്തിരിപ്പ്. അതിന് 4 ഇവന്റുകളുടെ ദൂരമാണ്. 4 ഇവന്റുകളുടെ ദൂരം. ഒന്ന് വെപ്പ് A ഗ്രേഡ് ഫൈനൽ നടക്കണം. അതിനുശേഷം 3rd ലൂസേഴ്സ് ഫൈനൽ നടക്കണം. അതിനുശേഷം 2nd ലൂസേഴ്സ് ഫൈനൽ നടക്കണം. പിന്നീട് ലൂസേഴ്സ് ഫൈനൽ നടക്കണം. അങ്ങനെ 4 ഫൈനലുകൾ കഴിഞ്ഞാൽ അതാ വരുന്നു നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഇപ്പോൾ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് വെപ്പ് A ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. 1ാം ട്രാക്കിൽ 66 ായി
ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഡോക്ടർ രാകേഷ് പി ഗോപാൽ ക്യാപ്റ്റനും മനോജ് ഉത്രാടം ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള ജയ് ഷോട്ട് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. മൂന്നാം ട്രാക്കിൽ നെപ്പോളിയനാണ്, 65 നമ്പർ വെള്ളമാണ്. മല്ലു ആർമി നേവി റോവിഷ് ലിമിറ്റേഴ്സ് സ്പോർട്സ് ക്ലബ്ബ്, ഷിനു എസ് പിള്ള, സുനിൽ തോമസ് ക്യാപ്റ്റന്മാർ, അരുൺ അനിൽകുമാർ